എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ പ്രൊമോ റിവ്യൂവിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒരു ലൈക്ക് അടിച്ചിട്ട് ഈ ഒരു പ്രൊമോ റിവ്യൂ കാണാനായിട്ട് ശ്രമിക്കണം കേട്ടോ കൂട്ടുകാരെ. അങ്ങനെ നമ്മുടെ രവിയേട്ടനാണെങ്കിൽ രേവതിയോട് പറയുന്നത്, രേവതി മോളെ ഇന്നൊരു ദിവസം മോളൊരു കാര്യം ചെയ്യും, ചന്ദ്രയോടൊപ്പം മുറിയിൽ പോയിട്ട് കിടന്നോ, ഞാനും സച്ചിയും സുധിയൊക്കെ എൻ്റെ റൂമിൽ കിടന്നോളാന്ന് പറയുകയാണ്. പിന്നീടാണ് കാണിക്കുന്നത് രാത്രിയായി. ചന്ദ്രമതി ആണെങ്കിൽ കട്ടിൽ ഇങ്ങനെ സുഖസുന്ദരമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പാവൻ രേവതി താഴെ പാവടിച്ചിട്ട് ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ സുഹൃത്തുക്കളെ. ചന്ദ്രമതി ആണെങ്കിൽ പറയുന്നുണ്ട് തലയിൽ ഇങ്ങനെ കൈവച്ചിട്ട്, ഓ എൻ്റെ ഒരു ഗതികേട്, ഇതൊക്കെ കാണണമല്ലോ ഭഗവാനെ, ഇവളുടെയൊക്കെ കൂടെ കിടക്കണേലും ഭേദം വല്ല റെയിൽവേ പ്ലാറ്റ്ഫോമിലും പോയിട്ട് കിടക്കണതാ, എൻ്റെ ഒരു തലയെഴുത്തെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തലയിൽ തട്ടുകയാണ്. ആ സമയത്താണ് നമ്മുടെ സുധി വരുന്നത്. സുധി പറയാണ്, ആൻറ്റി ഞാൻ വേണേൽ താഴെ കിടന്നോളാം, ആൻറ്റി ഇവിടെ സുഖമായിട്ട് കിടന്നു എന്ന് പറയണം. അയ്യോ വേണ്ട മോളെ, മോള് താഴെ കിടക്കരുത്, മോള് ജോലി കഴിഞ്ഞ് വരുന്ന മോളല്ലേ, മോൾ ഇതിൻ്റെ മുകളിൽ കിടന്നോ. മുകളിൽ കിടന്നില്ലെങ്കിലേ ഇവിടെ വേറെ കുറേ സാധനങ്ങളുണ്ട്, അവർ ചിലപ്പോൾ ഓടി വന്നിട്ട് ഇതിൻ്റെ മുകളിൽ കയറി കിടക്കും, അതുകൊണ്ട് എൻ്റെ മോള് താഴെ കിടക്കണ്ട, ഇവിടെ കൂടെ ആൻറ്റിയുടെ ഒപ്പം കിടന്നു എന്ന് പറയുകയാണ് കേട്ടോ സുഹൃത്തുക്കളെ. പാവൻ രേവതി ചന്ദ്രമതിയുടെ കുത്തുവാക്കുകളൊക്കെ കേട്ടിട്ട് പാവം പുതച്ചു മൂടി പനിച്ചിട്ട് കിടക്കുകയാണ് കേട്ടോ സുഹൃത്തുക്കളെ. ഈ സമയം നമ്മുടെ സച്ചിയാണെങ്കിൽ സുധീനെ ആണെങ്കിൽ ഉറങ്ങാൻ സമ്മതിക്കാണ്ട് നല്ല രീതിയിൽ കളിയാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അവസാനം സുധി പറയാണ്, അച്ഛ അത് കേൾക്കണില്ല, കുറേ നേരമായി അവൻ എന്നെ കളിയാക്കിക്കൊണ്ടേയിരിക്കുന്നു പറയുകയാണ്. നമ്മുടെ രവിവേട്ടനാണെങ്കിൽ നല്ല കൂർക്കം വലിച്ചിങ്ങനെ ഉറങ്ങുകയാണ്. ലാസ്റ്റ് സുധിയാണെങ്കിൽ പുതപ്പൊക്കെ മാറ്റിയിട്ട് അങ്ങോട്ട് പോകണമെന്നാണ് പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് അടിച്ചും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ.